നടനും സംവിധായകനുമായ ശ്രീജി ബാലകൃഷ്ണൻ കുഴഞ്ഞു വീണു മരിച്ചു. ആശുപത്രിയിൽ വെച്ചാണ് മരണം. സഹപ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നു. കന്നഡ ചലച്ചിത്ര പ്രവർത്തകൻ നന്ദിഷിന്റെ മരണവാർത്തയ്ക്ക് പിന്നാലെ മലയാള ചലച്ചിത്ര നാടക സംവിധായകനും പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ തിരുവനന്തപുരം വെള്ളായിക്കടവ് ശ്രീധന്യയിൽ ശ്രീജി ബാലകൃഷ്ണൻ കുഴഞ്ഞു വീണു മരിച്ചു. 49 വയസ്സായിരുന്നു. ശ്രീജി പാലക്കാട് യാഖരയിലുള്ള സ്വകാര്യ ലോഡ്ജിലായിരുന്നു താമസം. വ്യാഴാഴ്ച രാവിലെ ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടെന്നറിയിച്ച് സുഹൃത്തുക്കളെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇവർക്കൊപ്പം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയും തേടി. ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഉച്ചയ്ക്ക് 3:30 ശ്രീജി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ശൗചാലയത്തിലേക്ക് പോകവേ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചന്ദ്രനും പോലീസും എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. ശ്രീജി ബാലകൃഷ്ണൻ പാലക്കാട് ജില്ലയിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ടാപ്പ് നാടകവേദിയുടെ രംഗോത്സവത്തിൽ ബിവെയർ ഓഫ് ഡോഗ്, മായ ദർപ്പൺ, സെൽഫി എന്നിവയുൾപ്പെടെ 13ഓളം നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പിന്റെ കലാ സാംസ്കാരിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. ഒട്ടേറെ നാടകങ്ങളും ഡോക്യുമെന്ററികളും എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എക്സൈസ് വകുപ്പിനായി ഇനിയെങ്കിലും എന്ന ഹ്രസ്വചിത്രവും സംവിധാനം ചെയ്തിട്ടുണ്ട്. നടൻ മണികണ്ഠൻ പട്ടാമ്പിയാണ് ലഹരിക്കെതിരെയുള്ള ഈ ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തിയത്. സംസ്കാരം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരം ശാന്തി കവാടം ശ്മശാനത്തിൽ. ഭാര്യ ധന്യ, മക്കൾ നിരഞ്ജൻ, ആര്യൻ. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.